പട്ടിക ജനതാ മെമ്മോറിയലിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ പട്ടിക ജനതാ മെമ്മോറിയൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എന്തെല്ലാം? അത് നമ്മൾ രൂപം കൊടുക്കുന്നത് തന്നെ, അത് രൂപം കൊടുത്ത ആള് ജനറൽ സെക്രട്ടറി, അന്നും ഇന്നും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബാബു കുന്നത്തൂരാണ്. അദ്ദേഹം ഇപ്പോഴും ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് അത് മുൻകൈയെടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോ അന്ന് അദ്ദേഹം സംയുക്ത സമിതിയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. ഇപ്പൊ KSS രൂപം കൊണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷം KPMS-ആയിട്ട് ആലോചിച്ച്, KVMS-ആയിട്ട് ആലോചിച്ച്, അങ്ങനെ സിദ്ധന സർവീസ് സൊസൈറ്റി അങ്ങനെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. സംയുക്ത സമിതി ആയിട്ട് ഏതാണ്ട് 17ഓളം സംഘടനകൾ ഉണ്ടായിട്ട് ഞാൻ അതിന്റെ പ്രസിഡന്റായിട്ട് 3-4 കൊല്ലം ഞാനതിൽ വർക്ക് ഇരുന്നതാണ്. അതുപോലെ മിക്കവാറും KSS-ന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കും അതിന്റെയും ജനറൽ സെക്രട്ടറി ആയിട്ട് വരിക. ചിലപ്പോൾ KPMS-ന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ പുന്നല ശ്രീകുമാറിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു സംയുക്ത സമിതി. അതിനു മുമ്പ് ശശാങ്കനായിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. അതിന്റെ ചെയർമാനായിട്ട് മുൻ മന്ത്രി K. രാഘവൻ അതിന്റെ ആളായിട്ട് വന്നു. അപ്പോ അങ്ങനെ വരുമ്പോൾ ബാബുവാണ് ഇത് ചെയ്തതെങ്കിൽ പോലും ഈ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പട്ടിക ജനതാ മെമ്മോറിയൽ സമർപ്പണം നടത്തുന്നത്. അത് ഞങ്ങൾ ഒത്തിരി ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ ഈ അധസ്ഥിത പിന്നോക്ക വിഭാഗക്കാരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആദ്യമായിട്ട് സമർപ്പിച്ചത്, കാരണം പിന്നോക്കക്കാരല്ലെങ്കിലും നായർ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ 1891 ബാരിസ്റ്റർ GK പിള്ള സമർപ്പിച്ച ഇത് ആണ്. അപ്പോ അതില് ഈഴവനായിരുന്ന ഡോക്ടർ പൽപ്പു അതില് ഭാഗവാക്കായിരുന്നു. അപ്പോ ഈ മലയാളി മെമ്മോറിയലിൽ നായന്മാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് മുഖ്യമായിട്ടും പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും അന്ന് ഉദ്യോഗത്തിൽ തിരുവിതാംകൂറിലെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിലേക്കാണ്. മലയാളി മെമ്മോറിയൽ കൊടുക്കുമ്പോൾ തിരുവിതാംകൂറിൽ ഉദ്യോഗം വഹിച്ചിരിക്കുന്നവരെല്ലാം നാഞ്ചിനാട് ശൂദ്രരും തമിഴ് ബ്രാഹ്മണരുമാണ്. കേരളത്തിലുള്ള ഈ പറയുന്ന മറ്റാർക്കൊന്നും കാര്യമായിട്ടുള്ള അതിൽ ജോലി കാര്യങ്ങളൊന്നുമില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബാരിസ്റ്റർ GP പിള്ള മെമ്മോറണ്ടം കൊടുക്കുന്നത്. ഈ തിരുവിതാംകൂറിലെ നായന്മാർക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഭാഗവാക്കായിരുന്ന പൽപ്പു ഈഴവർക്ക് കാര്യമായുള്ള സ്ഥാനം അതിലേക്ക് വന്നില്ല. അവർ ഈ പറഞ്ഞ പോലെ വളരെ അകന്ന് നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവർ അയിത്തത്തിൽപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഉടനെ പൽപ്പുവിന്റെ കാര്യമൊക്കെ അറിയാൻ നിങ്ങൾക്ക്. പൽപ്പു ആദ്യത്തെ ഡോക്ടറാണ്, ഈഴവരുടെ ആദ്യത്തെ ഡോക്ടറാണ്. പക്ഷേ ഈ കേരളത്തിൽ ജോലി കൊടുത്തില്ല. തിരുവിതാംകൂറിലെ രാജാവിനെ പൽപ്പു ചെന്ന് കണ്ടു, ജോലി എന്നൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞ രാജാവ് പറഞ്ഞു, രാജാവ് നേരിട്ട് പറയില്ലല്ലോ, ദിവാൻ പറഞ്ഞത് നിങ്ങളുടെ പണി ചെത്ത, അതുകൊണ്ട് ചെത്താൻ പോയാൽ മതി, വേറെ ഡോക്ടറൊന്നും ആയി കളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ മനോവിഷമത്തോടെ ഈ രാജ്യം തിരുവിതാംകൂർ വിട്ടുപോവുകയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ചേട്ടൻ വരുവല്ല, അദ്ദേഹം ഇതുപോലെ പറഞ്ഞ പോലെ ആദ്യത്തെ BA കാരനാണ് ഇവരുടെ. പക്ഷെ അദ്ദേഹത്തിനും ഇവിടെ കൊടുത്തില്ല പണി. ആ രീതിയിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ അതിൽ ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ആർക്കും ഈഴവർക്ക് ഉദ്യോഗമൊന്നും കിട്ടുന്നില്ല. അതിനെതിരെ 13,000 ചില്ലുവാനും പേര് ഒപ്പിടുന്ന ഒരു മെമ്മോറണ്ടം ഇദ്ദേഹം ഡോക്ടർ പൽപ്പു കൊടുക്കുന്നു. അത് രണ്ടാമത്. അപ്പൊ പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു മെമ്മോറിയൽ വന്നിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടേതായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു മെമ്മോറിയൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ കുറവ് പരിഹരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മുൻകൈ എടുക്കണം എന്ന രീതിയിൽ ഞങ്ങൾ മുൻകൈയെടുത്ത് അത് സംയുക്ത സമിതിയുടെ ജനറൽ സെക്രട്ടറിയും കേരള സാമ്പർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അത് ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് പ്രധാനമന്ത്രിക്ക് ഇത് സമർപ്പിക്കുന്നത്. അതില് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്ന സംഗതികൾ ഇപ്പൊ സംവരണ കാര്യങ്ങൾ തന്നെയാണ്. അതില് കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഉദ്യോഗത്തിൽ വേണ്ടത്ര നിയമനങ്ങളും നടക്കുന്നില്ല. നമുക്ക് അതുപോലെ തന്നെ കടം എഴുതി തള്ളനം. വിഭാഗക്കാർക്ക്, പട്ടിക വിഭാഗക്കാരുടെ കാര്യം പറഞ്ഞാൽ നേരത്തെ 103 വിഭാഗക്കാർ പട്ടിക വിഭാഗത്തിലുണ്ട്, പട്ടികജാതിയും പട്ടികവർഗമൊക്കെ ആയിട്ട്. പിന്നീട് വന്നപ്പോഴേക്കും
അത് 99 കുറഞ്ഞു. 99 കുറഞ്ഞപ്പോൾ അത് പോയത് മുഴുവൻ SC-യാണ്. ST-യിൽ ഒരാളും കൂടെ ഒരു ഭാഗം കൂടെ കൂടുതൽ വരികയായിരുന്നു. 35 നേരത്തെ, അത് പിന്നെ 36. അപ്പം അങ്ങനെയാണ് ഈ 99 വിഭാഗക്കാർ രണ്ടാമതുണ്ടായി വരുന്നത്. പക്ഷേ അതിൽ ഈ വക ചേഞ്ചസ് ഒക്കെ വരുത്തിയെങ്കിൽ തന്നെ ഇന്നും വളരെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം പട്ടികജാതിക്കാരുടെ കാര്യങ്ങൾക്ക് ഇപ്പോഴും വലിയ മെച്ചമൊന്നും കിട്ടിയിട്ടില്ല.